ഞങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അങ്ങ് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലാ തുകല്ലഫ് ഇല്ലാ നഫ്സക്, അങ്ങയുടെ കാര്യം നോക്കിയേക്കണം. ആരോടിയാലും അങ്ങ് ഓടാൻ പാടില്ല. ഹബീബിൻ്റെ പ്രത്യേകമായ നിയമമാണ്, തങ്ങൾക്ക് ഒരു യുദ്ധത്തിലും പിന്തിരിയാൻ പാടില്ല, തങ്ങൾ പിന്തിരിയുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീരുത്വം പാടില്ല, ഭീരുവാകരുത്. സത്യം തുറന്നു പറയാൻ ഒരാളും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും പേടിക്കേണ്ടതില്ല. ധർമ്മവും സത്യവും ഒരുപക്ഷെ നമ്മുടെ ഹവൻ നഫ്സിന് എതിരാണെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയല്ല, അത് തുറന്നു പറഞ്ഞേ പറ്റൂ. നമുക്കവിടെ ആരെയും പേടിക്കേണ്ടതില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല. ജബാനാവരുത്. ഒരു ഭീരുവാണെങ്കിൽ അയാൾക്ക് എന്ത് വ്യക്തിത്വം? ബഖീലാവരുത്, പിശുക്കനായാൽ എന്തിൻ്റെയും പിന്നിൽ ഒരു സാമ്പത്തിക ലാഭം അയാൾ കണ്ണുവെക്കും. അയാളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണിത്. എന്തിന് ഞാൻ ഈ പണിയെടുക്കുന്നു? പൈസ കിട്ടാനോ? അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ഐഹികമായ ലാഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാവരുതേ റബ്ബേ എന്ന് ദുആയിരക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ കദ്ദാബൻ. ഒരു നുണ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം തകരുമെന്നാണ്. ഒരു കളവ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ മുതഅല്ലിമീങ്ങളോട്, നമ്മുടെ മക്കളോട് ഒരു കളവ് പറഞ്ഞാൽ ആ പിതാവിനെ, ആ ഗുരുനാഥൻ്റെ ഗ്രാഫ് നേരെ താഴുകയാണ്. പിന്നെ അത് മറച്ചു പിടിക്കാൻ 1000 സത്യം പറഞ്ഞാലും അതിൻ്റെ അരികത്തേക്ക് എത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 3 ഗുണമാണ്: ഭീരുത്വം അരുത്, പിശുക്കുണ്ടാകാൻ പാടില്ല, അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് കൊടുക്കുക. അങ്ങനെയല്ലേ